കത്തി കത്തി കത്തി. എങ്ങനെയുണ്ട്? ഇതാണ്ടോ പുളിമാങ്ങ കണ്ടോ? ഇത്ര വലിപ്പമേ ഉള്ളൂ കേട്ടോ. ഇത്ര വലിപ്പം തന്നെ പുളിമാങ്ങ ഉണ്ടാവുള്ളൂ. എന്താണ് പുതിയ നല്ല പുളിപ്പ്. അതാ നമുക്ക് തൊട്ട വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ മാങ്ങ. കണ്ണിമാങ്ങ പരുവത്തിൽ കിട്ടണമെങ്കിലേ ഉപ്പിലിട്ട് വെച്ച സുഖാണ് കേട്ടോ. ഉപ്പിലിട്ട് വെക്കില്ല, നേരെ കടുമാങ്ങ അച്ചാറാണ് ഇട്ടല്ലേ. പിന്നെ വേറൊന്നും വേണ്ട അല്ലേ? വേറൊന്നും വേണ്ട. ഇത് പോയ ഒന്നുമില്ല. അത് മതി. അത്രയ്ക്ക് പുളിപ്പാണ്. അപ്പോൾ ശർക്കരയൊക്കെ ഇട്ടോ. ബെല്ലടണേ, അല്ലെങ്കിൽ പെട്ടുപോകും. ഇരിക്കാമോ? അല്ലെങ്കിലേ പല്ലുപുളിയിലാണ്. ആർക്കാ? ഞാൻ പോവാന്ന് പറയുമ്പോ തന്നെ ഇതൊന്ന് കഴുകുക ചട്ടിയിൽ. ആ ചട്ടിയൊന്ന് വെള്ളത്തിലിട്ടിട്ട് കഴുകി. ഇവിടെ വെള്ളം മണ്ണിലിട്ടുണ്ട് കഴിക്കാൻ. വെള്ളത്തിലിട്ട് കഴുകാറോ അത്? സുകന്യേ, സുകന്യ ഇപ്പൊ കുളിക്കാൻ കയറണേ ഉള്ളൂന്ന്. വത്സലയുടെ എന്താ മൂച്ചീത്തെ മാങ്ങ നല്ല വലിപ്പുണ്ടാവും കേട്ടോ. അത് ഇങ്ങനത്തെ മാങ്ങയില്ല, അത് വേറെ. അത് പുളിമാങ്ങ എന്ന് പറയാൻ പറ്റില്ല. കഴിക്കാൻ അടിപൊളിയാ. പഴുത്ത അടിപൊളിയാ. ഇതേ വലിപ്പമുള്ളെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. തൊലി കളയാതെ ഇടണോ? തൊലി കളഞ്ഞിട്ട് ശരിയാവില്ല. ഇവിടെ മാങ്ങക്കിന് വേണ്ടിയിട്ട് ഇനി അടി ഉണ്ടാക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ അവ ഞാൻ കൂട്ടാൻ സാമ്പാറുണ്ട്, എന്നാലും മാങ്ങ കൂട്ടാൻ വെച്ച്. എന്താ പറയാ മാങ്ങ എന്താ പറയല്ലേ? മാമ്പഴപ്പുളിശ്ശേരി. ഞാൻ ഉണ്ടാക്കണം, നിങ്ങൾ ഉണ്ടാക്കണം, ഒരേപോലെയാണോന്ന് അറിയാലോ അല്ലെ? നമുക്ക് അറിയാലോ, നോക്കാലോ. നോക്കാലോ. ഇവിടെ ചക്കക്കൂട്ടാനും മാങ്ങക്കൂട്ടാനൊക്കെ അമ്മയാണ് കേട്ടോ വെക്കുക. എപ്പം ഞാൻ വെക്കാൻ തുടങ്ങി. അമ്മ ചേച്ചി എല്ലാ കൂട്ടാനും വെക്കും അല്ലേ? എന്താണ്? 2 മാങ്ങയെ കിട്ടണുള്ളൂ എന്ന് വെച്ചാൽ ചക്കക്കുരു ഇട്ടിട്ട് വെക്കും കേട്ടോ. പഴുത്ത മാങ്ങ ഇട്ട് വെച്ചാൽ എന്താ ഇവിടെ ഈ പഴുത്ത മാങ്ങയുടെ കറി ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമല്ലാത്തവരാരെങ്കിലും ഉണ്ടാവുമോ? എനിക്ക് ആദ്യം ഈ സാധനമേ പറ്റിയായിരുന്നില്ല. ഇപ്പം എന്താണെന്നറിയാം, പ്രത്യേക ഇഷ്ടപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോൾ കിട്ടിയിട്ടോ. അപ്പം അത് പറയണേ. ആദ്യം മാങ്ങക്കറി വെച്ച് കഴിഞ്ഞാൽ അന്ന് ചോറേ തിന്നില്ല പറഞ്ഞാണ്. ഇപ്പം ആ മധുരം നമ്മുടെ ടേസ്റ്റ് അല്ലേ ആയിരുന്നില്ല അത്. ഇപ്പം നോക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതേപോലെ ഞാൻ അച്ചു അങ്ങനെ അച്ചുവിന് ഇഷ്ടമാണത്. അതേപോലെ തന്നെ അച്ചു നീ പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. അമ്മൂട്ടിക്ക് ഇഷ്ടമാണ്. അമ്മൂട്ടിക്ക് നല്ല വേറെ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. അതങ്ങനെ തന്നെയാണ്. അമ്മൂന് എന്താ ഇങ്ങനെയുള്ള കറികൾ, പഴയ പാത്തൽ പുളി പറ്റിക്കുന്നത് ഒക്കെ അമ്മൂട്ടിക്ക് നല്ല ഇഷ്ടമാണ്. മോരുവരുടെ ഭ്രാന്തനാണ് അവൻ. നിങ്ങൾ എന്തിനോട്? ചിക്കൻ കറിയോടോ? സുകന്യക്കും ചിക്കനോട് മാത്രമേ ഇഷ്ടമുള്ളൂ. സുകന്യ പച്ചക്കറി ഒന്നും കൂട്ടില്ല. അതിപ്പോ ചിക്കൻ തിന്നാനും പറ്റാണ്ടേ ഇപ്പൊ ചൂടില്ലല്ലേ? ഉപ്പേരി മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. അവള് കൂട്ടാൻ വെച്ച കൂട്ടലുണ്ടോ അമ്മൂട്ടി? കൂട്ടാൻ വെച്ച മേമ കൂട്ടും. ഉപ്പേരി വെച്ച ഉപ്പേരി മാത്രമല്ലേ കൂട്ടുള്ളൂ. മീൻ വറുത്ത വെച്ച മീൻ വറുത്ത് മാത്രമല്ലേ കൂട്ടുള്ളൂ. അച്ചാറും. എന്നിട്ട് അവള് വലിയ വർത്താനം പറയണം. അവള് എന്നെ ചവിട്ടി കൂട്ടുന്ന അറിയുന്നിട്ട് അപ്പുറത്തുനിന്ന്. നിങ്ങളാരെങ്കിലും ഏടത്തിയമ്മമാര് ഇങ്ങനെ ചവിട്ടി കൂട്ടുന്നൊക്കെ പറയാറുണ്ടോ? ഞാൻ വെറുതെ പറഞ്ഞാട്. എവിടെ വായോ വരുമ്പോ ഒരു തേങ്ങ എടുത്തിട്ട് വാ. തേങ്ങ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അയിലസ പറഞ്ഞിട്ട് തേങ്ങല്ലേ, വെറുതെ തമാശക്ക് പറയാട്ടോ. അവളും എല്ലാം അങ്ങനെ. ഇപ്പം എന്താ വെച്ചാൽ ആർക്കും കറി വേണമെന്നില്ല. അപ്പം അതുകൊണ്ട് പറയാം, ഇന്നലെ വെച്ച സാമ്പാറില്ലേ അങ്ങനെ ഉണ്ടിരിക്കണു. അപ്പം ഇന്നലെ വൈകുന്നേരത്തെ മീൻ കൊണ്ടുവന്നത് കണ്ടില്ലേ? അപ്പോൾ വൈകുന്നേരത്തെ അത് കുറച്ച് അവൾ നേരേക്ക്, രാവിലെ ഞാൻ നേരേക്ക് മസാല തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാട്ടോ. ഈ കുട്ടികളൊന്ന് ഉച്ചയ്ക്ക് എടുത്തത് കൂട്ടും വിചാരിച്ചു. എവിടെ ഇവിടെ അച്ചുട്ടിയാണ് വെച്ചല്ലേ, എന്തെങ്കിലും വേണം പറഞ്ഞല്ലേ അത് സോപ്പ് ഇട്ടിട്ട് വാങ്ങിയിട്ട് അവളുടെ കാര്യം നടത്തട്ടോ. നമ്മുടെ അച്ചുട്ടിയുടെ കാര്യം കേട്ടോ പറഞ്ഞ്. നമ്മുടെ അമ്മുട്ടിയാണ് പറഞ്ഞല്ലേ, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഇല്ലേ അവൾ പറയേയില്ല. അവൾ ഏതോ വേറെ വീട്ടിലത്തെ കുട്ടീനെ പോലെയാണ്. എന്നിട്ട് അവളുടെ ചെരുപ്പ് പൊട്ടിയിരിക്കണു കേട്ടോ. അപ്പം ഞാൻ ഒരു ചെരുപ്പ് 2 ചെരുപ്പ് വാങ്ങിയപ്പോൾ ഒരു ചെരുപ്പ് നിന്ന് അവൾക്ക് കൊടുക്കാറപ്പോൾ അവൾ പറയണേ
അമ്മ അതൊക്കെ പഴയ മോഡലാണ്, എനിക്ക് പുതിയ മോഡൽ മതി. അവളുടെ പുതിയ മോഡൽ ചെരുപ്പ് കാണിച്ചു കൊടുക്കട്ടെ. അതൊക്കെയാണ് അമ്മൂൻ്റെ പുതിയ മോഡൽ. ഓണത്തിന് എടുത്തതല്ലേ ഇത്. അതിന് കിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പോലെയല്ല. അവൻ അത് നിലത്ത് വരതി പൊട്ടിക്കും, അല്ലെങ്കിൽ കീറും, കത്തിരുത്ത് മുറിക്കും. ലിച്ചു നമ്മളെ കൊണ്ട് അത്രയൊക്കെ പറ്റും അല്ലേ? എന്നെ കൊണ്ട് പറ്റുന്ന സഹായമല്ലേ ഞാൻ ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റും പോലെയല്ലേ ചെയ്യാൻ പറ്റുക. അതൊക്കെ ഞാൻ ചെയ്തു തരാം അല്ലേ. എന്നാൽ നമ്മുടെ ചട്ടി കണ്ടോ, മൺകലം വാങ്ങിയത് കണ്ടോ. നമ്മളിത് മയക്കിയിട്ട് വെച്ചതാണ് കേട്ടോ മൺകലം. നമുക്കിനി ഇതിൽ ചോറ് വെക്കാന്ന് വിചാരിച്ചിട്ടേ ഒരു നേരം കൂർപ്പുള്ള കമ്പി മാറ്റി വെച്ചു. ഓ എന്റെ പൊന്നെ എവിടെ? അച്ഛൻ പൊന്നെ എവിടെ? തീപ്പെട്ടി ഇതാ, തീപ്പെട്ടി കൊണ്ട് വരുന്നു. അത് വേണം മുന്ന. കണ്ടോ കണ്ടോ, അതാണ് ഉത്തരവാദിത്തം പറഞ്ഞ എന്റെ കുട്ടിക്ക് തന്നെ ഉള്ളു അത്. താങ്ക് യു ഉമ്മ. കസേരയിലോ? ആര്? എന്താ പിരിക്ക് ഇങ്ങനെയല്ലേ, ഒരു ഉത്തരവാദിത്ത ബോധമില്ലാണ്ട്. അച്ഛൻ തീപ്പെട്ടി തന്നെ നടക്കന്നെയാണ് എത്ര നേരം. ചേച്ചിയുടെ അടുത്ത് പറ. നാളെ അവനൊന്ന് കനാലിക്ക് ഇറക്കി നീന്തി കുളിപ്പിക്കാൻ. ടച്ചോ ഒന്ന് കുറച്ചേരം കളിച്ചോട്ടെ വെള്ളത്തില്. വലിയ താഴ്ചയൊന്നുമില്ല, അതൊക്കെ ശരിയാവും. അതിനുള്ള വെള്ളമൊന്നും ഇല്ലല്ലോ, അതിനുള്ള വെള്ളമൊന്നും ഇല്ലല്ലോ അതില്. ഇതിനെന്താ മാങ്ങ വേണം? മാങ്ങ പൊളിക്കണതാ, കൈ മുറിക്കണ്ട. പുളിയിലപ്പ തരുവ. പൊന്നു പൊന്നാ, മധുരണ്ടാ? രസണ്ടാ? എൻ്റെ കുട്ടിക്ക് ഇഷ്ടായി. പുളിപ്പില്ലേ? അത് മതി, പുളിപ്പില്ലായിരുന്നു മതി. കിച്ചു തേങ്ങ ചിരവി വെച്ചത് വേഗം വന്നിട്ട് ഒറ്റ തട്ടാണ്ട് തട്ടി. അവന്റെ കത്തിക്കലും കൊണ്ട് ഒരു പണിക്ക് ആകെ തേങ്ങ ഇല്ലാത്തോടത്ത്. തേങ്ങ ഉള്ള സമയത്ത് പിന്നെയും കുഴപ്പമില്ല. നീ എന്താ നീ നടക്കുന്നത്? മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ? നട്ടു മഞ്ഞപ്പൊടി 2 ബോട്ടിൽ. ഇത് പൊടിപ്പിച്ച് കൊണ്ടതാണ് 1 കിലോ 1.5 കിലോ അവിടെയും വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു പാത്രത്തേക്ക് ആക്കി വെച്ചാണ് രണ്ടും പാടെ കൂടിയിട്ട് കേട്ടോ. അമ്മ എന്തിനാ ദേഷ്യം വരുന്നേ? മഞ്ഞപ്പൊടി ഒന്ന് എടുക്കുന്ന് പറഞ്ഞോ. എൻ്റെ ദൈവമേ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ദേഷ്യം വന്നാൽ എന്താ ചെയ്യാലേട്ടാ? അതാ പൊന്നുണ്ട് കേട്ടോ, താത്തിക്ക് നോക്കി നടന്ന എവിടെ കൊമ്പിട്ടിക്കണില്ലേ. ഞാൻ ഒരച്ച് ബെല്ലെടുക്കട്ടെ കേട്ടോ. ബെല്ലെടുക്കും. ആര്? വത്സലമ്മയുടെ അവർ വന്നു. അമ്മുട്ടിയില്ലേ, ഇപ്പൊ ഒരു കല്യാണത്തിന് വരില്ല, ഒരു ഫംഗ്ഷന് വരില്ല, ഒക്കെ അമ്മു ഒതുങ്ങി പോവുക. എന്തിനാ അങ്ങനെ ഒതുങ്ങി പോണ് എനിക്കറിയില്ല. ഞാനും ചെറുതാവുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഞാൻ എവിടേക്കും പോവാൻ ഇപ്പോഴും ഞാൻ അനിയനാണ് വെച്ചാലോ എവിടേക്കെങ്കിലും പോവാ വെച്ചാൽ ഞാൻ അല്ലാണ്ട് അനിയട്ടെ എവിടേക്കും പോവില്ല. അതിന് വേണ്ടിയിട്ട് എന്താ അതേപോലെ എൻ്റെ അമ്മ ഇപ്പല്ലേ എവിടേക്കൊന്ന് കല്യാണത്തിന് പോയിട്ട് അവിടെ ഉള്ളവരൊക്കെ ചോദിച്ചു അമ്മുട്ടി എവിടെയെന്ന്. അമ്മുട്ടി ഇവിടെ ഉണ്ട്. സുകന്യ അമ്മ ഇവിടെ നിന്നു കേട്ടോ. സുകന്യക്ക് തലവേദന കാരണമാണ്, ഇല്ലെങ്കിൽ സുകന്യ വരും. അതെ, എന്താ ഇന്നത്തെ ബിരിയാണി ചെറിയ സുകന്യ? ഒരു 1.5 ബിരിയാണി. എന്ത് രസാചത്. എന്താ അങ്ങോട്ട് തിരികെ നീ? സുകന്യ ഇവിടെ എന്താ അപ്പൊ അതാണ് നല്ല അത്ര അമ്മാതിരി ബിരിയാണി കേട്ടോ. വാഴ കാണാൻ പറ്റേ? അതിന് വാഴയ്ക്ക് സമയം കിട്ടില്ല, അതല്ലേ. സമയം കിട്ടുമ്പോ ടിക്കറ്റ് കിട്ടില്ല. ഇനിയിപ്പോ ഞായറാഴ്ച നാളത്തെ കിട്ടില്ല, ബുധനാഴ്ചത്തേക്ക് കിട്ടും. ഞാൻ നാളെ വരുമ്പോഴേക്കും നിങ്ങള് വാഴയ്ക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തോളി. കൂട്ടാൻ ഇത് നോന വെച്ചേക്ക. അപ്പൊ നാളേക്കോ ആയില്ലേ? പപ്പടം കാച്ചി മതിട്ടോ നാളെ കൂട്ടാ. മറ്റന്നോ നാളേക്കൊന്നും ടിക്കറ്റ് കിട്ടില്ല. ഇനി മറ്റന്നേക്ക് അല്ലെങ്കിൽ അതിന് പിറ്റന്നേക്കൊക്കെ ടിക്കറ്റ് കിട്ടും. ഫുള്ള് ഇപ്പോഴൊന്നും ഇല്ല അച്ചോ, ഞാൻ നോക്കിയേ, അതൊക്കെ ഫുള്ളാണ്. നമ്മൾ ഒരച്ച് ബെല്ലിട്ട് കൊടുക്കണ്ട കേട്ടോ. വേറെ എവിടെ പോണ്? കുറേ കൂട്ടുകാർ ന്യൂസ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? കടമ്പഴിപ്പുറം പഞ്ചായത്താണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു കുട്ടി ടൂറ് പോയിട്ട് മരണപ്പെട്ടില്ലേ, അത് നമ്മുടെ എന്താ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ പഞ്ചായത്തിലാണ് കേട്ടോ. അപ്പോൾ എന്താലേ അതിങ്ങനെ
കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ഒരു വിഷമാവും തോന്നുന്നുണ്ട്. ടൂറ് പോയിട്ട് നമുക്കാണോ വെച്ചാൽ ഇതിപ്പോൾ രണ്ടാമത്തെ അനുഭവമാണ് ചേട്ടാ. ടൂറ് പോയിട്ട് നമ്മുടെ ഈ കടമ്പഴിപ്പുറം നമ്മുടെ ഇവിടെ രണ്ടാമത്തെ അനുഭവമാണ്. അത് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തന്നെ, 2 കുട്ടികൾ. അപ്പോൾ അതാ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സത്രങ്കാവിൻ്റെ അവിടെ എന്താ ഒരു കുട്ടി ഇതേപോലെ മരണപ്പെട്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ അല്ലേ ചിന്തിക്കുമ്പോൾ ഇവര് അവിടെ പോകണം ഇവിടെ പോകണം ടൂറ് പോകണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറയാ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഞാനതുകൊണ്ടാണ് അമ്മ 10ാം ക്ലാസ്സിലായ സമയത്ത് അമ്മ ടൂറ് പോകണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മൂട്ടി ടൂറ് പോകണ്ട, ഞങ്ങൾ എപ്പോഴാണ് പോണ്, അപ്പം നമ്മുടെ കുട്ടി നമ്മുടെ കൂടെ വന്നോട്ടോ. അല്ല അതന്നെ പറയുന്നത്, വരേണ്ടത് എവിടെ വെച്ചായാലും വരും. അവരും അവരുടെ കുടുംബത്തിൽ 25 ആളോ അത്ര ആൾക്കാർ പാടാൻ. അപ്പൊ അതന്നെ അപ്പൊ അതാ എന്താ വരേണ്ടത് എവിടെ വെച്ചാലും വരും. പക്ഷെ ഇതൊന്നും തീർത്താ തീരാത്തൊരു വിഷമായില്ലേ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ അല്ലെങ്കിൽ ഒരുപാട് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല കേട്ടോ. ദൈവം അച്ഛനമ്മമാരുള്ളിടത്തോളം കാലം മക്കൾക്ക് ഒരു കുറവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ ഭഗവാനെ. അതൊക്കെ തീർത്താ തീരാത്ത വിഷമല്ലേ ചേട്ടാ. പിന്നെന്താ പറയണ്ടോ. അമ്മമാരില്ലാത്ത മക്കളും അതേപോലെ അച്ഛന്മാരില്ലാത്ത ഒക്കെ ചില സമയത്ത് നമ്മളിങ്ങനെ ചിന്തിച്ച് പോകാറുണ്ട് കേട്ടോ. എന്താണ് ഭഗവാൻ ഇങ്ങനെ കൊടുക്കണത്, ചിലവർക്ക് ഭയങ്കര തീരാ വേദന കൊടുക്കണത് എന്തിനാണ് ഭഗവാനേ എന്നുള്ളത്. പക്ഷെ മൂപ്പരാളെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവൂലേ ഇതൊക്കെ. എന്താണ് കാണുന്നത്, കൊണ്ടതിന് പകരം എന്ത് കണ്ടിട്ട് എന്താ. കല്യാണം കല്യാണം അന്തപുരത്തിൽ ഇന്നാഹ്ലാദം മിഥിലാപ്പുഴി കാണാൻ കൊതിച്ചൊരു സീതാ കല്യാണം. അങ്ങനെ ഒരു പാട്ടില് കേട്ടോ. അതന്നെ സീതാ കല്യാണം. അതന്നെ ഇതുപോലൊരു സുന്ദരിയുണ്ടോ ഇതിലക്കിതലങ്കാരമാവാൻ ഇവളെ കൊതിക്കാത്തവരുണ്ടോ. നിലവിളക്കായി നിറപറയായി സുന്ദരി ജാനകിയല്ലേ സീതേ. കല്യാണം കല്യാണം അന്തപുരത്തിലിന്നാഹ്ലാദം മിഥിലാപുരി കാണാൻ കൊതിച്ചൊരു സീതാ കല്യാണം. ആ പാട്ടാണ് പാടുന്ന് പറഞ്ഞത്. അടിപൊളി പാട്ട്. വേറെ പാട്. പാട് പാട് പാട്. എന്താ വരുന്നു ചെലവെടുത്ത് എറിയ പലക്ക് വേഗം അഞ്ചടി ടയ്യപ്പോഴും പാടുന്ന. എത്ര പാട്ട് വെക്കണല്ലേ എന്റെ അപ്പോ എന്റെ അച്ഛോ. നീ ചവിട്ടരുത്. നന്നായി പാടുട്ടോ. അവന് കൊടിയാണ്. എന്താ ഒരു പാട്ട് പാടാൻ വേണ്ടിട്ടുള്ള പ്രോത്സാഹനം. ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പാട്ട് പാടുക. അച്ചുവിന് പാടാറിയോ? ഇല്ലല്ലോ. അവൻ 2 പേരെങ്കിലും പാടിയില്ലേ? അമ്മൂന് തീരെ അറിയില്ലല്ലോ. അമ്മു നന്നായി പാടുട്ടോ. പക്ഷെ അമ്മുവിന്റെ കലാവാസനയൊക്കെ അമ്മു നെഞ്ചിലിങ്ങനെ കയറ്റി വെച്ചിരിക്കുക. എന്തിനാ നാണകരുന്നൊക്കെ അറിയാണ്ട് ചോദിക്കാണ്. എന്തിനാ നാണകരുത്? എന്തിനാ നാണകരുത്? കഴിഞ്ഞില്ലേ? നല്ലൊരു മാമ്പഴപ്പള്ളിശ്ശേരി വയ്ക്കുമ്പോ നല്ലൊരു കുളിച്ച പാട്ട് പാടിക്കഴിഞ്ഞാൽ എത്ര നന്നായിരുന്നു. തേങ്ങ ഞാൻ അരക്കാം. പോരെ? ഞാൻ അരക്കാന്ന്. നമ്മൾ ഇവിടെ വെളുത്തുള്ളിയൊന്നും കൂട്ടില്ല കേട്ടോ. സുകന്യ എപ്പോഴും പറയും വെളുത്തുള്ളി കൂട്ടുന്ന. അവളുടെ വീട്ടിൻ്റെ അവിടെ വെളുത്തുള്ളി കൂട്ടത്രേ. എൻ്റെ വീട്ടിൻ്റെ അവിടെ മോര് കാച്ചുമ്പോൾ മാത്രം ചെറിയ ജീരകം തേങ്ങയും പിന്നെ ആ തൈരും പാടെ കൂട്ടിയിട്ട് നമ്മൾ അടിക്കും കേട്ടോ. അതാ ഇത് വെന്തു. മാങ്ങ അല്ലേ വെന്തിട്ടുണ്ട്. ഇത് നരച്ച് വെച്ചേ. ഇതാ കണ്ടോ വന്നൂട്ടോ നല്ല വെന്തൂട്ടോ. അതാണ്ടില്ലേ വെന്ത്. നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കണ്ടേ. ഇവർക്കില്ലേ നാളെ സെറ്റാവും.
ഇതല്ലേ എത്ര സമയം? 2:30. എത്ര മണിക്ക്? 5:45 സീറ്റ് ഉണ്ട്. ഇതാ തൈരും കൂടി തൈര് 9:15 നിങ്ങളവിടെ കൊണ്ടാണ്ടിരിക്കപ്പോ ഓർഡർ ചെയ്യും. എന്ത് ഓർഡർ ചെയ്യുന്നു? മിനിറ്റെ കത്തുണ്ടല്ലോ. ഈ വിഷുത്തലേന്ന് എങ്ങനെയാ അച്ഛൻ പോണു? കുറച്ച് ഉപ്പ് അമ്മിയുണ്ട് കേട്ടോ. ഏ കുറച്ച് ഉപ്പ് അമ്മിയുണ്ട്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാങ്ങക്കൂട്ടൻ നമ്മുടെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ മാങ്ങക്കൂട്ടൻ. ആദ്യത്തെ മാങ്ങക്കൂട്ടാനാണ്. പിന്നല്ലേ ഒരു കാര്യം പറയട്ടെ, നമ്മള് സ്കൂളില്ലാത്ത സമയത്തൊക്കെ നമ്മൾ മക്കളിങ്ങനെ പിടിച്ചു നിർത്തുട്ടോ. എന്തിനാണെന്നറിയോ? അവരെല്ലാവരും ഇതൊക്കെ അറിയണമല്ലോ. എന്താ നമ്മുടെ കൂടെ കുക്ക് ചെയ്യണ മാത്രമല്ല, അച്ഛനും അമ്മയും എല്ലാവരും ആണ് എന്ന് വെച്ചാൽ എല്ലാവരുടെ കൂടെ അടുക്കളയിലും. നാളെ അവർക്കൊരു മടുപ്പ് വരാൻ പാടില്ല അവരുടെ ജീവിതത്തിൽ കേട്ടാ, അല്ലേ? അതല്ലേ പറയാ? എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. അടുക്കളയിലിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തും നമ്മൾ ഇവിടെ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കൂട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് കേട്ടോ. തള വന്നപ്പോഴേക്കും ഇത്രയുള്ളൂ. തള വന്നപ്പോഴേക്കും നമ്മളിതാ വാങ്ങി. കണ്ടില്ലേ? എൻ്റെ അമ്മൂനൊന്ന് വേറൊന്നും വേണ്ടി വരില്ല, വേറെ ഒന്നും വേണ്ട. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. അടിപൊളി. അമ്മുട്ടി അച്ചു അവിടെ പോയിട്ട് തറവാട്ട് പോയിട്ട് ഇതെടുത്തിട്ട് വന്നാ വെളിച്ചെണ്ണ. പോ വെളിച്ചെണ്ണ വേഗം പോ. ഓയില് മണം വരും. വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ അവിടെ ഉണ്ട്, അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എടുത്തിട്ട് വാ. നമ്മുടെ പ്രാവശ്യത്തെ ആദ്യത്തെ അല്ലേ, അപ്പം നമുക്ക് അടുപ്പിന് കൊടുക്കണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഉലുവി കടുകൊട്ടോ. കറിവേപ്പിൻ്റെ ഇലല്ലേ കേട് വന്നൊക്കെ. ശരിക്കും ഇതിനൊക്കെ കറിവേപ്പിൻ്റെ ഇല്ലെങ്കിൽ പറ്റിയില്ലേ. നമ്മുടെ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ, ഉണ്ടാവട്ടെ. ഉണക്കമുളക്. കുഞ്ഞുണ്ണിക്ക് ഇഷ്ടമുള്ള സിനിമയും സർവ്വമായ ഇത്ര കേട്ടാ. അയ്യോ, അവന് ചോട്ടാബിയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇതില്ലേ നമ്മളിങ്ങനെ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു വെച്ചല്ലേ, ഇന്ന് കുട്ടികൾക്കില്ലേ കേട്ടില്ല. 9:15 കല്ല പോകാൻ പറ്റില്ല കേട്ടോ. രാവിലെ എന്തായാലും എണീറ്റിടുമ്പോൾ പോവാ സിനിമയ്ക്ക്. നമുക്ക് വേറെ ഒന്നും നോക്കല്ല, നേരെ സിനിമയ്ക്ക് വില വേണ്ട. നമ്മുടെ ഫസ്റ്റത്തെ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ്? ചിലർ പച്ചമുളക് ഇടുന്ന കാണാം കേട്ടോ. നമ്മൾ പച്ചമുളക് ഇടാറില്ല. കറിവേപ്പിൻ്റെ ഇലയുടെ നല്ല കുറവുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല അല്ലേ ഉണങ്ങി പോയിക്കണു. പിന്നെ അപ്പുറത്തെ വീട്ടിലുണ്ട്, അപ്പം ഞാൻ പോയില്ല. ഇനി നാളെ പോയി പൊട്ടിക്കാൻ പറ്റില്ല. ഈ സമയത്ത് പോയിട്ട് പൊട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്രാവശ്യത്തെ നമ്മുടെ മാങ്ങക്കൂട്ടാൻ റെഡിയായി. എന്തൊക്കെ പറയണേ? കൊമ്പടിച്ചീന്നോ? പിന്നെ സിനിമ കണ്ട് കരയല്ലേ പോലെ സിനിമ. നമുക്കിത് നാളെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ.
ഇവർക്കൊക്കെ ഇന്ന് കഴിക്കാം. എനിക്കിനി വൈകുന്നേരത്ത് എന്താ ഏ ആര് കണ്ടുപിടിച്ച് ഈ സൈഡ് സീനൊക്കെ കണ്ടിട്ട് ചെന്ന് ഏത് ചെക്കൻ്റെ കാര്യം പറഞ്ഞു? എനിക്ക് കണ്ണു മേടിച്ചു കുഞ്ഞാച്ചീന് പട്ടായോ ബ്രാൻഡ് മതി. ചെത്തോട് പോയിട്ട് ഇവരെങ്ങനെയാണ് ബ്രാൻഡ് ചെയ്ത്? എന്തോ ഒന്ന് ചെറുതായിട്ട് തോന്നിയില്ലേ? എനിക്ക് വയ്യ ഇങ്ങടേക്ക് ഒരു ഇത്. കള്ളും ബ്രാൻഡി സിഗരറ്റും ഒക്കെ കുടിച്ചോളൂ. ഇപ്പൊ സിനിമയിൽ കാണിച്ചോണ്ടാണ് വെറുതെ പറയാണ് കേട്ടോ. അല്ല ഇതൊക്കെ തന്നെയല്ലേ ഒരു രസമുള്ളൂ. അല്ലാതെ ഇപ്പൊ ബലം പിടിച്ച് ഇരുന്നിട്ട് എന്താ പറയുക. ഞാൻ അനിയത്തിനും ചില സമയത്തൊക്കെ ഇങ്ങനെ ഞൊറിയാറുണ്ട്. എന്നിട്ട് അമ്മ പറയും 2 ദിവസം സ്നേഹമായി 3-ാമത്തെ ദിവസം ഇന്ന് എന്തെങ്കിലും പറഞ്ഞ് അച്ഛനമ്മി തെറ്റും. അത് ഉറപ്പാണ്. ഇന്ന് എന്തെങ്കിലും പറഞ്ഞ് തെറ്റുന്നു. നമ്മ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ശീലമാണ്. എനിക്കില്ലേ എൻ്റെ അമ്മൂൻ്റെ കൈ കാണുമല്ലോ എപ്പോഴും സങ്കടം വരുന്നത്. എൻ്റെ അമ്മ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് 2-100 ഉണ്ടായിരുന്നു കേട്ടോ. അവളത് വലുപ്പത്തിൽ അവളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോണ്ട്. എത്രയിലും നീ കൂട്ടാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം കാച്ചണോ? മീൻ വറുക്കണോ പപ്പടം കാച്ചണോ? മീൻ വേണ്ട. ഏതാ വേണ്ടേ? അവൾക്ക് ഇത് മാത്രം മതിന്ന്. വേറെ എന്താ സ്പെഷ്യല്? സുകന്യ എന്താ സ്പെഷ്യല്? മാങ്ങ കൂട്ടാനെ സ്പെഷ്യല്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ്? നിങ്ങൾക്ക് മാങ്ങ കിട്ടിയോ? എന്താ നമ്മൾ കുമ്പളങ്ങ ഇട്ടിട്ട് ചക്കക്കുരു ഇട്ടിട്ടൊക്കെ പഴുത്ത മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കാറുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ വെക്കുക. അതിൻ്റെ കൂടെ നമ്മൾ കുമ്പളങ്ങ ഇടും, അതേപോലെ തന്നെ മാങ്ങ ഇടില്ല കേട്ടാ. അതിന് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ ഇവിടെ അമ്മല്ലേ കുറച്ച് 2-3 മാങ്ങയൊക്കെ കിട്ടുമ്പോ പൂണ്ടിട്ട് കറി വെക്കുക. അപ്പൊ ആ മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവല്ലോ. മാമ്പഴ പുളിശ്ശേരി ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ പക്ഷെ അങ്ങനെ വെക്കുമ്പോ വേറൊരു ടേസ്റ്റ് അല്ലേ. അതിന് കിട്ടുമ്പോ ചെയ്യാട്ടോ. അത് പൂണ്ടിട്ടാ ശരിയാവില്ല. ചില സമയത്ത് അമ്മ ചെയ്യില്ല അങ്ങനെ പൂണ്ട്. ഇതാ രസം. ഇത് നാളേക്കില്ലേ ഒന്നും കൂടി രസമാവും കേട്ടോ. അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.